വിജിത്ത് രാവിലെ ബദ്രിയെ വിളിക്കുമ്പോൾ വിജയലക്ഷ്മിയോടൊന്നും അറിയിക്കാതെ ഹോസ്പിറ്റൽ കൊണ്ടുവരാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിജയലക്ഷ്മിയോട് പ്രണവേട്ടൻ്റെ വീട്ടിലേക്കാണെന്നും അമ്മയെ അങ്ങോട്ട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞു എന്ന കള്ളം പറഞ്ഞ് അവൻ അവരെയും കൊണ്ട് നേരെ സിറ്റി ഹോസ്പിറ്റലിൻ്റെ മുൻപിൽ വന്നു നിന്നു. അല്ല, പ്രണവിൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ ഇവിടെ? വിജയലക്ഷ്മി സംശയത്തോടെ അവനെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മ ആദ്യം ഇറങ്ങ്, ഞാൻ പറയാം. അത്രയും പറഞ്ഞ് കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ വിജിത്ത് അവരെ ഒന്ന് നോക്കിയ ശേഷം മുൻപോട്ട് നടന്നു. ഒന്നും മനസ്സിലാവാതെ അവൻ്റെ പിന്നാലെ ചെല്ലുമ്പോൾ അവരുടെ ഹൃദയം പിഴയ്ക്കാൻ തുടങ്ങി. അവർ വേഗം വന്ന് വിജിത്തിൻ്റെ കയ്യിൽ പിടിച്ചു. സത്യം പറ വിജി, നമ്മളെന്തിനാ ഇവിടെ വന്നേ? ഇനി എൻ്റെ ബദ്രി അവന് വല്ലതും പറ്റിയോ? പറ വിജി, പറ്റിയോന്ന്? അമ്മ കരുതും പോലെ ഒന്നുമില്ല. ഞാൻ കരുതും പോലെ ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ അമ്മേ. വിജിത്ത് അത്രയും അവരെ നോക്കി പറയാനാഞ്ഞതും കുറച്ചു ദൂരെയായി അവരെ നോക്കി നിൽക്കുന്ന ബദ്രിയെയും പ്രണവിനെയുമാണ് അവർ കണ്ടത്. അവൻ്റെ നോട്ടം അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ടതും വിജയലക്ഷ്മിയും അങ്ങോട്ടേക്ക് നോക്കി. അവിടെ അവരെ നോക്കി നിൽക്കുന്ന ബദ്രിയെ കണ്ടതും കാറ്റുപോലെ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് നിന്ന ശേഷം അവൻ്റെ മുഖത്തും തലമുടിയിഴകളിലുമെല്ലാം ആദിയോടെ തലോടിക്കൊണ്ട് ചോദിച്ചു. ബദ്രി മോനെ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കെന്ത് കുഴപ്പം? അമ്മയ്ക്കെന്നെ കണ്ടിട്ട് വല്ല കുഴപ്പമോ എനിക്കുള്ളതായി തോന്നുന്നുണ്ടോ? അവരിൽ നിന്ന് തലയാട്ടി. എന്ന് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവർ ബദ്രിയെ നോക്കി ചോദിച്ചു. മോനെ ബദ്രി, മോളെവിടെ? വിജയലക്ഷ്മി രുദ്രയെ ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ തനിക്കെതിരെ അടച്ചു കിടക്കുന്ന ഹോസ്പിറ്റൽ റൂമിലേക്ക് അവൻ കരങ്ങൾ ചൂണ്ടി. അവർ അവനെ ആദിയോടെ അമ്പരന്ന് നോക്കിയ ശേഷം അവിടേക്ക് പാഞ്ഞു. ഡോറ് തുറന്നകത്തേക്ക് വരുമ്പോൾ കണ്ടു ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന രുദ്രയെ. അവർ വേഗം അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ മുടിയിഴകളിൽ തലോടി. അപ്പോഴാണ് വിജയലക്ഷ്മി രുദ്രയുടെ 2 കരങ്ങളും ശ്രദ്ധിക്കുന്നത്. 2 കരങ്ങളിലെയും ഉള്ളും കൈ കൊണ്ട് കെട്ടുണ്ട്. അവർ തിരിഞ്ഞ് അവർക്ക് പിന്നാലെ വന്ന ബദ്രിയെ നോക്കി ചോദിച്ചു. മോൾക്ക് എന്താ പറ്റിയ ബദ്രി? ഇന്നലെ എന്തോ ഉണ്ടായേ? ഞങ്ങളെ പോലും അറിയിക്കാതെ മറച്ചു വെക്കണമെങ്കിൽ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. പറ, എന്താ നടന്നെന്ന് എനിക്കറിയണം. പിന്നെ ബദ്രി ഒന്നും മറച്ചു വെക്കാതെ ഇന്നലെ നടന്നതെല്ലാം അവരോട് പറഞ്ഞു. എല്ലാം കേട്ടതും വിജയലക്ഷ്മിയുടെ മനസ്സാകെ മരവിച്ചതുപോലെ ആയിരുന്നു. എന്നാലും അയാൾക്കും അവൾക്കും എങ്ങനെ തോന്നി ഇങ്ങനെ ചെയ്യാൻ? ഞാൻ കാരണം നീ ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്ന് ഈ അമ്മയ്ക്കറിയാം. ഈ അമ്മയോട് പൊറുക്കില്ലേ നീ? അവർ ബദ്രിയുടെ ദേഹത്തേക്ക് ചാഞ്ഞു കരഞ്ഞോണ്ട് പറഞ്ഞു. അതിനമ്മ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ അമ്മയാണ് കാരണമെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത്? എനിക്ക് പറ്റിയൊരു തെറ്റുകൊണ്ടല്ലേ അയാൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, വെറുതെ അതോർത്ത് അമ്മ സങ്കടപ്പെടേണ്ട. അയാൾക്കുള്ളത് പലപ്പോഴായി ഞാൻ ഓങ്ങി വെച്ചതാ. പിന്നെ മരിച്ചു മണ്ണടിഞ്ഞു പോയ അച്ഛനെയും അമ്മയെയും ഓർത്തു. ജീവിച്ചിരിക്കുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും അമ്മയെയും വൈഷുമോളെയും ഒക്കെ ഓർത്താ വേണ്ടെന്ന് വെക്കുന്നേ. പക്ഷേ ഇത് ഞാൻ വെറുതെ വിടില്ല, ചോദിച്ചിരിക്കും. അതിനു മുന്നേ ഈ കിടക്കുന്നവൾക്കൊന്നെല്ലാം ശരിയായിക്കോട്ടെ. ബാക്കി അപ്പം കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാൾക്ക്. ഈ ബദ്രി ആരാന്ന്? രുദ്രയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് രാവിലെ തന്നെ അപ്പുവിനെയും കൂട്ടി വന്നതാണ് ബദ്രിയുടെ വീട്ടിലേക്ക്. അവർ വരുമ്പോൾ ജോലിക്കാരി സാവിത്രിയാണ് ഡോറ് തുറന്നത്. ആരാ, എന്തു വേണം? മുന്നിൽ നിൽക്കുന്നവരെ നോക്കി സാവിത്രി ചോദിച്ചു. രുദ്രയുണ്ടോ ഇവിടെ? ബദ്രി കുഞ്ഞിൻ്റെ ഭാര്യയാണ് ചോദിക്കുന്നത്. എങ്കിൽ മോളിവിടെയില്ല. എവിടെ പോയതാണെന്ന് അറിയുമോ? അതറിയില്ല, രാവിലെ ആ മോളുടെ അടുത്തേക്കെന്ന് പറഞ്ഞ് ഇവിടുത്തെ വിജിത്ത് മോൻ കൊണ്ടുപോയിട്ടുണ്ട്. സാവിത്രി ആരോടും മുന്നിൽ നിന്നും സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കല്യാണി വന്നത്. ആരാ സാവിത്രി അവിടെ? അത് പിന്നെ ബദ്രി കുഞ്ഞിൻ്റെ ഭാര്യയെ തിരക്കി വന്നതാ. ആ ദരിദ്രവാസി പെണ്ണിനെ അന്വേഷിക്കാൻ വരാൻ മാത്രം ആരാ ഈ നേരത്ത്? അത്രയും പറഞ്ഞുമ്പളത്തേക്ക് വരുമ്പോൾ കണ്ടു കല്യാണിയെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന ഋഷിയെയും അപ്പുവിനെയും. ഓ, ഇവരായിരുന്നു. ഋഷിയെയും അപ്പുവിനെയും കണ്ടത് തീരെ ഇഷ്ടപ്പെടാതെ അവർ പറഞ്ഞു. നിങ്ങളെന്തിനാ വന്നേ, അതും ഇപ്പോൾ ഇങ്ങോട്ടേക്ക്? ഞങ്ങൾക്ക് രുദ്രയെ ഒന്ന് കാണണമായിരുന്നു, അവളെ ഒന്ന് വിളിക്കാമോ? അപ്പു കല്യാണിയെ നോക്കി പറഞ്ഞു. ഞാനെന്താ അവളുടെ വേലക്കാരിയാണോ നിങ്ങൾ പറയുന്നതും ചെന്ന് വിളിക്കാൻ? വേണ്ട, വിളിക്കണ്ട, ഞങ്ങൾ തന്നെ വിളിച്ചോളാം. അവൾ എവിടെയെന്ന് പറഞ്ഞാൽ തന്നാ മതി. ഉള്ളിലെ ദേഷ്യം അടക്കി അപ്പു സൗമ്യമായി ചോദിച്ചു. എനിക്കറിയില്ല ആ ദാരിദ്ര്യം പിടിച്ച പെണ്ണ് എവിടെയെന്ന്. എന്തായാലും ഇന്നലെ തൊട്ട് ഈ വീട്ടിലില്ല. ഇനി ഇവിടുത്തെ ബദ്രയുടെ കൂടെ വന്ന പോലെ വേറെവനെയും കൂടെ കൂട്ടി പോയെന്ന് ആർക്കറിയാം? അവളെ കണ്ടാലേ അറിയാം ആ ശ്രീകരം പിടിച്ച ശാപമാണെന്ന്.
അത്രയും പറയുമ്പോൾ തന്നെ ഋഷിയുടെയും അപ്പുവിൻ്റെയും രക്തം തിളച്ചു. തങ്ങളുടെ രുദ്രയെ പറയുന്ന അവരെ കൊല്ലാനുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി. അപ്പു അവരെ നോക്കി ദേഷ്യത്തിൽ എന്തോ പറയാൻ വന്നതും അതിനു മുന്നേ തന്നെ ഋഷി അവർക്കുള്ള മറുപടിയും കൊടുത്തിരുന്നു. നിങ്ങളെന്താ പറഞ്ഞേ? ഒരിക്കൽ കൂടെ പറയാമോ? അതുപോലെ എൻ്റെ രുദ്രയെ ഈ മുഖത്തേക്ക് നോക്കി അതേ ധൈര്യത്തോടെ പറയാമോ? നിങ്ങൾ പറയാൻ പറ്റുമോന്ന്? ഇപ്രാവശ്യം കല്യാണി ഒന്ന് പതറി. നിങ്ങൾ പറഞ്ഞു നോക്ക്. എങ്കിൽ ആ നിമിഷം നിങ്ങളുടെ വായിലാണ് പല്ലില്ലേ, അത് ഞാനിങ്ങ് പറിച്ചെടുക്കും. നിങ്ങൾ ചിലപ്പോൾ കുറച്ചു മുൻപ് പറഞ്ഞില്ലേ, അതായിരിക്കും. പക്ഷേ ഞങ്ങളുടെ രുദ്ര, അവൾ എന്തെന്ന് നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് നന്നായി അറിയാം. അതിന് കണ്ട പന്ന മക്കളുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇനി മേലിൽ അവളെപ്പറ്റി ഞങ്ങളോടെന്നല്ല ആരോടായാലും ഇമ്മാതിരിയാണ് പറയാൻ നിൽക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ മുഖമുണ്ടല്ലോ, അത് അച്ചുവരിൽ തൂങ്ങുന്ന രീതിക്കാക്കും. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അത്രയും പറഞ്ഞ് അപ്പുവിനെയും കൂട്ടി പോകുമ്പോൾ അവർ ദേഷ്യത്തിൽ അവരെ തന്നെ നോക്കി. എന്നാൽ ആ നിമിഷം അവരുടെ പുറകെ ഇതെല്ലാം കേട്ടുനിന്ന് സാവിത്രിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. അവർക്ക് അത്രയും കിട്ടിയതിലുള്ള സന്തോഷത്തിൽ. കല്യാണി തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് പുറകെയെല്ലാം കേട്ട് ചിരിയോടെ നിൽക്കുന്ന സാവിത്രിയെ കണ്ടതും അവരുടെ ദേഷ്യം കുറച്ചുകൂടെ കൂടി. എന്തു നോക്കി നിൽക്കുവാടി നീ? നിനക്കപ്പുറത്ത് വേറെ പണിയൊന്നുമില്ലേ? കണ്ടവരുടെ വായിലേക്ക് നോക്കി ചിരിച്ചു നിൽക്കുവാ. അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ അവർ പോകുമ്പോൾ സാവിത്രി അവർ പോയ വഴിയെ നോക്കി പറഞ്ഞു, എത്ര കിട്ടിയാലും പഠിക്കാത്ത ജന്മമായി പോയല്ലോ ഭഗവാനെ ഇവരുടേത്. രുദ്ര കണ്ണു തുറക്കുമ്പോൾ മുന്നിലിരിക്കുന്ന വിജയലക്ഷ്മിയെ കണ്ടതും അവൾ ബെഡിലേക്ക് എഴുന്നേറ്റിരിക്കാൻ നോക്കുമ്പോൾ അവർ അവളെ പിടിച്ച് ബെഡിലേക്ക് ചാരിയിരുത്തി. അമ്മ കരുതും പോലെ എനിക്കൊന്നുമില്ല. ഈ കയ്യിലെ മുറിവല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക്. അത് മോൾക്ക് അങ്ങനെ പറയാം. പക്ഷേ ഇത് കാണുമ്പോൾ പിടയുന്നത് എൻ്റെ നെഞ്ച. എൻ്റെ ഭദ്രയുടെ ജീവന് വേണ്ടി മോള് സ്വയം വാങ്ങി വേദനയായില്ലേ? അദ്ദേഹം ഇതുവരെ അനുഭവിച്ച വേദനയോളം വരില്ലല്ലോ അമ്മേ ഇത്. തൽക്കാലം പ്രിയങ്ക പറഞ്ഞതുപോലെ നല്ല റെസ്റ്റ് എടുക്കണം. കേട്ടല്ലോ മോള്? പ്രണവിൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ ഒരുത്തൻ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അവിടെ മുത്തശ്ശനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിറങ്ങിയതാ ഞാൻ. മോൾ എണീറ്റ ശേഷം പോകാമെന്ന് കരുതിയായിരുന്നേ. എന്തായാലും ഇപ്പം എനിക്ക് സമാധാനമായി. ഞാൻ പോയിട്ട് നാളെ വരാം. അവിടെ മുത്തശ്ശിയുടെ കാര്യം നോക്കാൻ വേറെ ആരുമില്ല. മോൾക്കറിയാവുന്നതല്ലേ എല്ലാം. ഇവിടെ തൽക്കാലം ഭദ്രയും പ്രണവും പ്രിയങ്ക മോളും ഇല്ലേ. അതുകൊണ്ട് അമ്മ പോയിട്ട് നാളെ വരാം. മോൾക്ക് വിഷമൊന്നും ഇല്ലല്ലോ? ഏയ്, എനിക്കെന്ത് വിഷമം? അമ്മ പോയിട്ട് നാളെ വന്നാൽ മതി. അതെ, ആൻറ്റി എന്തായാലും ഇവളെ ഓർത്ത് സങ്കടപ്പെടേണ്ട. ഇവളുടെ എല്ലാ കാര്യവും നോക്കാൻ ഭദ്രയേട്ടൻ എന്നെയാ ഏർപ്പാടാക്കിയിരിക്കുന്നേ. പ്രിയങ്ക വിജയലക്ഷ്മിയെ നോക്കി പറയുമ്പോൾ അവരൊന്ന് ചിരിച്ചു. അവർ മൂന്നുപേരും സംസാരിച്ചിരിക്കുമ്പോഴാണ് വിജിത്തും ഭദ്രയും അങ്ങോട്ടേക്ക് വന്നത്. വിജിത്തിൻ്റെ കയ്യിൽ കുറച്ച് കവറുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്താ? നിങ്ങൾ രണ്ടാളും എവിടെ പോയിട്ട് വന്നതാ? വിജയലക്ഷ്മി ഭദ്രയെയും വിജിത്തിനെയും നോക്കി ചോദിക്കുമ്പോൾ അതിനുത്തരം വിജിത്താണ് നൽകിയത്. ഏട്ടത്തിക്ക് തൽക്കാലം ഇടാനുള്ള കുറച്ച് ഡ്രസ്സും പിന്നെ ഫുഡൊക്കെ വാങ്ങാൻ പോയതാ. അതിന് വിജയലക്ഷ്മി ഒന്ന് മൂളി. മോൾക്ക് മെഡിസിൻ കഴിക്കാൻ ടൈമായതല്ലേ? അതേ ആൻറ്റി, ടൈമിന് കഴിച്ചാലേ മുറിവ് പെട്ടെന്നുണങ്ങി ഇവിടുന്ന് വീട്ടിലേക്ക് പോകാനാവുമോ അവൾക്ക്? അപ്പോഴേക്കും ഭദ്ര അവരെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനാഞ്ഞതും വിജയലക്ഷ്മി അവനെ വിളിച്ചു. നീ എങ്ങോട്ടാ ഭദ്രി? ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. അവിടെ പ്രണവ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ എല്ലാവരുമില്ലേ. എൻ്റെ ആവശ്യമില്ല എന്തായാലും. ആര് പറഞ്ഞു നിൻ്റെ ആവശ്യമില്ലെന്ന്? മോൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. പോരാത്തതിന് നീയും ഒന്നും കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് മോൾക്കും ആഹാരം കൊടുത്ത് നീയും കഴിക്കാൻ നോക്ക്. അത് കേൾക്കുമ്പോൾ ഭദ്രയെ പോലെ രുദ്രയും അവരെ അമ്പരന്ന് നോക്കി. ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാനോ? അതിനിവിടെ അമ്മയും പ്രിയങ്കയും ഇല്ലേ. ഞാൻ എന്തായാലും ഓഫീസിൽ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. അത് വേണ്ട, മോൾക്ക് നീ തന്നെ കൊടുക്കണം. കാരണം നിനക്ക് വേണ്ടിയിട്ടാ അവൾ ഈ കിടപ്പ് കിടക്കുന്നേ. അതിന് ഞാൻ പറഞ്ഞു ഇവളോട് എന്നെ വന്ന് രക്ഷിക്കാൻ. ബദ്രി മതി, ഇത് നമ്മുടെ വീടല്ല, ഹോസ്പിറ്റലാണ്. വെറുതെ നിങ്ങൾക്കിടയിലെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ അറിയിക്കണോ? വേണ്ടമ്മേ, അദ്ദേഹം പോയിക്കോട്ടെ, തിരക്ക് കാണും. എനിക്കിപ്പോൾ ഒന്നും വേണ്ട, രുദ്ര സൗമ്യമായി പറഞ്ഞു. അത് മോളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ. അത്രയും പറഞ്ഞ് ഭദ്രയെ നോക്കിക്കൊണ്ട് വിജയലക്ഷ്മി പറഞ്ഞു. നിനക്കറിയാലോ, മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം അമ്മയല്ലേ നോക്കുന്നേ. കല്യാണി അവിടെ ഉണ്ടെങ്കിലും തിരിഞ്ഞുപോലും നോക്കില്ല. മുത്തശ്ശിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ അമ്മ ബുദ്ധിമുട്ടിക്കാതെ മോളുടെ കാര്യമെല്ലാം ഞാൻ തന്നെ നോക്കിയേനെ. അവിടെ അമ്മയ്ക്കുള്ള മെഡിസിൻ, ഫുഡ് എല്ലാം കൊടുക്കാനുള്ള ടൈമായോണ്ടാ അമ്മ മോളുടെ കാര്യങ്ങൾ നിന്നോട് നോക്കാൻ പറഞ്ഞത്. അമ്മ പോയിക്കോ, തൽക്കാലം അവൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ പ്രിയങ്ക ഉണ്ടല്ലോ, അത് മതി. അയ്യോ ഏട്ടാ, എനിക്ക് ബ്രൗൺസിന് പോകാനുള്ള ടൈമാ. എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല.
വന്നിട്ടാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഇപ്പം എന്തായാലും പറ്റില്ല. രുദ്ര പ്രിയങ്കയെ ഒന്ന് നോക്കി. അവളുടെ മുഖത്തെ കള്ളലക്ഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ബദ്രിയെ തനിക്കൊപ്പം ഇരുത്താനുള്ള അവരുടെ പ്ലാനാണെന്ന്. കണ്ടോ, മോൾക്കും തിരക്ക, അതുകൊണ്ട് നീ തന്നെ അവൾക്കുള്ള ഫുഡ് എടുത്തു കൊടുത്തേ. ഈ അമ്മയോട് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് മാത്രം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ ഇവൾക്ക് ഫുഡ് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തന്നെ കൊടുത്തോളാം, പോരെ? മതി. അത്രയും പറഞ്ഞൊരു ചിരിയോടെ ബദ്രി അവൾക്കായി കൊണ്ടുവന്ന ഫുഡ് അവൾ പ്ലേറ്റിലേക്ക് മാറ്റി അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, മോൾക്ക് കൊടുക്ക്, അത് നിന്റെ കൈ കൊണ്ട്. അത് കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. ബദ്രി വിജയലക്ഷ്മിയിൽ നിന്നും ആ പ്ലേറ്റ് വാങ്ങി രുദ്രയുടെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് കിടന്ന ചെയറിലേക്കിരുന്നു. ഒരു നിമിഷം അവൾ അവനെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്തെ അപ്പോഴത്തെ ഭാവം അവൾക്ക് തന്നെ മനസ്സിലായിരുന്നില്ല. ബദ്രി അവളെ ഒന്ന് നോക്കി. തന്നെ അതിശയത്തോടെ ഉറ്റുനോക്കിയിരിക്കുവാണ് അവൾ. അത് മനസ്സിലാക്കിയതും അവളെ നോക്കാതെ അവളിലെ നോട്ടം മാറ്റിക്കൊണ്ട് കയ്യിലിരുന്ന അപ്പവും മുട്ടക്കറിയും കൂടെ ഒരുമിച്ച് അവളുടെ വായിലേക്ക് അവൻ നീട്ടി. അവൾ അവന് നേരെ വാ തുറക്കുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞു തൂകി. അവൻ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവളൊരു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി കഴിച്ചു. കണ്ടുനിന്ന എല്ലാവരിലും അത് സന്തോഷം നിറച്ചു. ബദ്രി അറിയാതെ വിജിത്ത് അത് വീഡിയോ പകർത്തുകയും ചെയ്തു. ഞങ്ങൾ പോകുമ്പോൾ മോളോട് ദേഷ്യപ്പെട്ട് ഫുഡ് കൊടുക്കാതെ വല്ലതും നീ പോയെന്നറിഞ്ഞ പിന്നെ നിന്നോട് ഞാൻ മിണ്ടില്ല. അത്രയും പറഞ്ഞ് വിജയലക്ഷ്മിയും വിജിത്തും പ്രിയങ്കയും പുറത്തേക്ക് പോകുമ്പോഴും രുദ്രയുടെ കണ്ണുകൾ ബദ്രിയുടെ മുഖത്തായി തന്നെ തറഞ്ഞു നിന്നു. അതറിഞ്ഞിട്ടും അവൻ തിരിച്ചവളെ നോക്കിയില്ല ഒരു വട്ടം പോലും. ബദ്രി ഓരോ തവണ അവൾക്ക് നേരെ ആഹാരം നീട്ടുമ്പോഴും അവൾ പോലും അറിയാതെ അവളുടെ വാ അവന് നേരെ തുറന്നു. ഇടയ്ക്കെരിവ് തട്ടിയതും അവൾ നന്നായി എരിവ് വലിക്കാൻ തുടങ്ങി. അത് കണ്ടതും അവൻ പ്ലേറ്റ് മേശപ്പുറത്ത് വെച്ച ശേഷം ഒരു ഗ്ലാസ്സിൽ വെള്ളം പകർന്ന് അവൾക്ക് നേരെ നീട്ടി. അവൾ ദയനീയമായി അവനെ നോക്കുന്നത് കണ്ടതും അവൻ ആ ഗ്ലാസ് അവളുടെ ചുണ്ടോട് ചേർത്തു. ഇളം റോസ് നിറത്തിലുള്ള അവളുടെ ചുണ്ടുകൾ മൃദുവായ ആ ഗ്ലാസ്സിൽ ചുംബിച്ചുകൊണ്ട് ആ വെള്ളം അവൾ കുടിക്കുന്നത് അവൻ നോക്കി നിന്നു. ഒരു നിമിഷം അവനിലെ നോട്ടം അവളിൽ നിന്നും പിൻവലിക്കാനാവാതെ അവളെ തന്നെ നോക്കി നിന്നു. ഗ്ലാസ്സിലെ വെള്ളം അവൾ കുടിച്ചു തീർന്നിട്ടും തൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ച് നിൽക്കുന്ന അവനെ അവൾ മുഖമുയർത്തി നോക്കി. അവളുടെ നോട്ടം അവന് നേരെ വന്നപ്പോഴാണ് ഇത്രയും നേരം അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു എന്ന് അവന് മനസ്സിലായത്. അവളിൽ നിന്നും നോട്ടം പിൻവലിക്കാൻ ആയാസപ്പെടുന്ന അവനെ അവൾ ഒരു ചിരിയോടെ നോക്കി. ബാക്കി വന്ന ഫുഡും അവളെ കഴിപ്പിച്ച ശേഷം അവൻ ആ പ്ലേറ്റും കൊണ്ട് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോയി. ആ പ്ലേറ്റും കൈയും കഴുകി വരുമ്പോൾ അവൾ അവനെ തന്നെ നോക്കി പറഞ്ഞു, എനിക്കൊന്ന് വാ കഴുകണമായിരുന്നു. അവൻ അവളെ കൂർപ്പിച്ച് നോക്കിയ ശേഷം ബെഡിൽ നിന്നും അവളെ പതുക്കെ എഴുന്നേൽപ്പിച്ച് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ കരങ്ങൾ കൊണ്ട് അവളുടെ ചുണ്ടോട് കുറച്ച് വെള്ളം ചേർക്കുമ്പോൾ അവൻ്റെ കരങ്ങളിൽ ചുണ്ടുകൾ ചേർത്ത് അവൾ ആ വെള്ളം വായിലേക്കാക്കുമ്പോൾ അവൻ കൗതുകത്തോടെ അവളെ നോക്കി നിന്നു. ആദ്യമായി ഒരു പെണ്ണിൻ്റെ ചുണ്ടുകൾ തൻ്റെ കരങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. അവളിൽ നിന്നുള്ള ചുംബനം അല്ലെങ്കിൽ പോലും അതവനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ തീർക്കും പോലെ തോന്നി. വീണ്ടും വീണ്ടും അവളുടെ ചുണ്ടുകൾ അതുപോലെ പതിയാൻ മനസ്സാഗ്രഹിക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വെള്ളം കരങ്ങളിലെടുത്ത് അവളുടെ ചുണ്ടോട് ചേർത്തു. അവസാനം അവൾ മതിയെന്ന് പറഞ്ഞതും അവളെ ബെഡിലേക്ക് ചേർത്തിരുത്തിയ ശേഷം അവൾക്കുള്ള മെഡിസിനും കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ബെഡിലേക്ക് ബദ്രി ചെന്ന് കിടന്നു. കണ്ണിന് മുകളിൽ കരങ്ങൾ വെച്ച് കിടക്കുമ്പോഴും മനസ്സവളുടെ സാമീപ്യത്തിൽ കൈവിട്ട് പോകുന്നത് പോലെ തോന്നി അവന്. അവൻ എത്രയൊക്കെ തൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നോക്കിയെങ്കിലും അതിനവന് കഴിയാത്തതുപോലെ. എന്നാൽ ഈ സമയം രുദ്ര ബദ്രിയെ നോക്കി. അവൻ കുറച്ചു മുൻപ് അവൾക്ക് നൽകിയ ആ സുന്ദര നിമിഷങ്ങൾ ഓർത്ത് നിദ്രയെ പുൽകിയിരുന്നു. ബദ്രി മെല്ലെ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. ബദ്രി നോക്കുമ്പോൾ ബെഡിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്ന രുദ്രയെയാണ് കണ്ടത്. അവൻ ഏറെ നേരം അവളെ തന്നെ നോക്കിക്കിടന്നു. പിന്നെ എപ്പോഴോ അവനും അറിയാതെ നിദ്രയെ പുൽകി.